എന്താണ് എന്താണ് എല്ലാവരും പോയിട്ടോ, നമ്മൾ മാത്രമായില്ലേട്ടാ. പൂരം കഴിഞ്ഞ് കൂടിയിറങ്ങി പൂരപ്പുറം പൂരക്കാലിയായി. എന്താ ചെയ്യല്? എങ്ങനെ ഉണ്ടായിരുന്ന വീടാണ്. ഒരു അഞ്ച് ദിവസമല്ല 6 ദിവസമായില്ലേ? 6 ദിവസം, ഒരാഴ്ചയായി. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോയിരുന്നാണ്. അപ്പം അമ്മ അവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് വിചാരിച്ചു നമ്മുടെ രാത്രിയത്തെ വിശേഷങ്ങൾ കാണിക്കാന്നുള്ളത്. രാത്രിയായി 7:30 ഈ സമയം കേട്ടോ. അപ്പോൾ എന്താ ചോറ് ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ ഇന്ന് ഇറച്ചി വാങ്ങിയതുണ്ട് കേട്ടോ. അപ്പം അമ്മയ്ക്ക് പനിയല്ലേ, അപ്പം അമ്മയ്ക്കില്ലേ വായ്ക്ക് ചൊടിയായിട്ടൊരു ചമ്മന്തി അരച്ചാലോ, നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല പനിയുള്ള സമയത്തൊക്കെ അല്ലേ കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. ഈ ഒരു കഷ്ണം ചക്കരക്കിഴങ്ങ് എൻ്റെ കെട്ടിയോനൊന്ന് പുഴുങ്ങി കൊടുക്കണം കേട്ടോ. ഇത്ര മതി, ഇത്രേ, ഈ ഒരു ചെറിയൊരു കഷ്ണം. അതെത്ര ഗ്രാമുണ്ട് നോക്ക്. 100 ഗ്രാമുണ്ട്. 84 ഉള്ളൂ ഇപ്പം. അത് 125. അതിൻ്റെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും വെച്ചു. ശരിയാവും പോരെ. ചക്കരക്കിഴങ്ങ് ഇത് വാങ്ങിക്കൊണ്ടെന്നല്ലേ 4 ദിവസമാണ് കേട്ടോ ഈ ചക്കരക്കിഴങ്ങ് വയ്ക്കുന്നത്. എന്താ വെച്ചാൽ ഏട്ടൻ എന്താ ഡയറ്റിലാണ് കുറച്ച് ദിവസമായിട്ട്. അതെന്താന്നൊക്കെ ഉള്ളത് പിന്നെ കാണിച്ചു തരാം കേട്ടോ. റിസൾട്ട് വയറ്റിലാണെന്നല്ല ഡയറ്റിലാണെന്നല്ല പറഞ്ഞത്. ഏട്ടന് വയറ്റിലാണ്. ഇപ്പോൾ ഇതാ നാളെ ഓരോ ന്യൂസിൽ കണ്ടില്ലേ, ആണുങ്ങൾക്ക് ഗർഭപാത്രം ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് വേണം നമുക്കൊരു ഉണ്ണി ഉണ്ടാവാൻ. ലക്കിച്ചുട്ടാ ലച്ചുട്ടിയേ അമ്മ പറയും വേണ്ടാന്ന്. അച്ഛൻ കിച്ചുവിനൊക്കെ കുട്ടികൾ വേണം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ. ഒറ്റൊന്നോ ആർക്കും മാങ്ങ? കുഞ്ഞച്ഛന് ഒരു മാങ്ങ എന്തിന്? കിച്ചു ചോറ് താഴേണേ. ഇത് ദോശ ഉണ്ടേ. അച്ഛൻ എന്താ കഴിക്കുന്നത്? ചോറിനെ കഴിക്കുന്നു. ദോശ ഉണ്ട്, കഴിച്ചോ? അല്ലെങ്കിൽ മൂന്നാം നാൾ ഓടിക്കും ദോശ. നാളെ ദോശ തന്നെയാവും. നാളെ ഞാൻ പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമായിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ. അതിന് ദോശയല്ല, ഞാൻ 4 ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി പിന്നെ കഴിഞ്ഞു. ഇവിടെ പലഹാരേ വേണ്ട വെച്ച പിന്നെ എന്താ നമ്മൾ ചെയ്യുക? വെറുതെ നമ്മൾ എന്താ അതിനിപ്പോ പലഹാരം തിന്നൊരു സുഖനിയാണെങ്കില്ല, ഞാനാണെങ്കിൽ നിർത്തി. ചേട്ടനാണോ? അതുകൊണ്ട് ഇനിയില്ലേ ദോശ കുറച്ച് ദിവസം പലഹാരേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരമുറി എടുത്ത് തന്നാണ് അച്ഛൻ തീറ്റ നിർത്തിയായി. തിന്നാനൊന്നും ഒഴിവുണ്ടാവില്ലല്ലോ. ജേക്കപ്പൊക്കെ വർത്താനങ്ങളും വിശേഷങ്ങളും തന്നെയായിരുന്നില്ലേ. ഉറങ്ങാൻ സമയമില്ല, 2 മണിക്കൊക്കെ കടന്നുറങ്ങവര്. ഒന്നിനും സമയമില്ലാണ്ടായിരുന്നു അല്ലേ? 2 മണിക്ക്. പിന്നെ നിങ്ങൾ എത്ര മണിക്ക് ഉറങ്ങുക? സമയം നോക്കാറില്ല. അപ്പൊ അതാ പറഞ്ഞത്, സമയം പറഞ്ഞിട്ടുണ്ട്. കിച്ചുല്ലേ, കിച്ചുവിന് വേണ്ട പപ്പടം കാച്ചി കിച്ചു ചോറിട്ടു. അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. നേരെ കഴുകുക, വൃത്തിയിൽ പാത്രം കഴുകി പഠിക്കും. കിച്ചൂരില്ലേ ഒരു കളി. നേരത്തെ ഭക്ഷണം കഴിക്കും വേണം, നേരത്തെ കിടക്കും വേണം. കുറേ ദിവസമായി കുറച്ച് ദിവസമായിട്ട് കിടത്തം പറഞ്ഞല്ലേ. അപ്പൊ ഇന്നിപ്പോ ഉറക്കം തരുന്ന ചിലപ്പോഴേ ആർക്കില്ലേ. ഇതാട്ടോ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയ്ക്ക് ഇതാ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായി കിടക്കണ്ടേ. എനിക്ക് മുളക് ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളിട്ടാ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളി, ഇമ്പ്രൂവ് ഉണ്ടാക്കി കുടിച്ചോളി. ഈ എന്നിട്ട് അതാ ദോശ ഇറച്ചിയും കൂടെ കഴിച്ചോളി. അതാ ചോറ വേണ്ട. അതെങ്കിലും നടക്കട്ടെ. തന്നെ ഇവരില്ലേ എന്താ അച്ചുട്ടിയില്ലേ, അച്ചുട്ടി അമ്മൂട്ടി ഞങ്ങൾ രാത്രി കടന്നു കഴിഞ്ഞാലേ ഇവരുടെ വർത്താനം കഴിയേയില്ല. ഇവരുടെ വർത്താനം ഉന്തിരിയൊക്കെ വരുമ്പോഴേ ഉള്ളൂ. അത് എന്താണ് ഇവർക്ക് ഇത്രമാത്രം വർത്താനം പറയാനുള്ളത് എനിക്കറിയില്ലേ.
എന്നിട്ട് ബേക്കറി ഉണ്ടെങ്കിൽ ബേക്കറി എടുത്തിട്ട് പോവുക, ബിസ്ക്കറ്റ് എടുത്തിട്ട് പോവുക. ഞാൻ നാളെ ഒരു 3 ബിസ്ക്കറ്റ് എടുത്ത് മാറ്റി വെച്ചതാട്ടോ. എന്താ ആരെങ്കിലും വരുന്ന സമയത്ത് ഇവിടെ ബിസ്ക്കറ്റ് ഒന്നും കഴിഞ്ഞോ? ഇപ്പോൾ വരുന്നു മാറും. ഇത് അമ്മയ്ക്കും മാത്രമേ ഉള്ളൂ ഉള്ള ചമ്മന്തിയാണ് കേട്ടോ. ഓഫ് ചെയ്യണേ മാത്രമുള്ള ചമ്മന്തിയാണ്, നമുക്കല്ല. ഇതിൽ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടെ. അതെടുത്തിട്ട് വാ, ചെറുതിട്ട് പാടി. പോയി ഇപ്പോൾ അച്ഛമ്മക്ക് കഞ്ഞി വേണ്ടേ ചോദിക്കാൻ വേണ്ടി പോയതാ. ഈ അമ്മിക്കല്ലിന് മേലെ ഇരിക്കുന്ന വെള്ളം നല്ലത്, നല്ല വെള്ളം ഉണ്ടേ. രാവിലെ പിടിച്ച് അതെ, രാവിലെ ഇവിടെ ഈ നമുക്ക് വേണ്ട അങ്ങോട്ട് പോവാൻ വയ്യാണ്ട് വണ്ടി കിട്ടണ്ടേ അങ്ങോട്ടുള്ളത്. പിന്നെ അവിടെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ നടക്കണ്ടേ. അവളെന്താ ചെയ്യുന്നത്? ഇവിടുന്ന് അങ്ങോട്ട് അതുകൊണ്ട് വെള്ളം എടുക്കുക. ചേച്ചി എന്തുകൊണ്ടെങ്കിലും കെടുക്കട്ടെ. എന്താ പറഞ്ഞ അച്ഛമ്മ? ഞാൻ കൊടുക്കേ. എവിടെ നോക്കട്ടെ, ചോറ് നോക്കട്ടെ എത്ര ഉണ്ട്. അച്ഛമ്മടുത്ത് കഞ്ഞി കുടിക്കാൻ പറയട്ടോ. അത് എത്ര? ഞാൻ ഇതാ വരുന്നു. ഈ ചമ്മന്തി അരക്കട്ടെ. അച്ഛമ്മ ഒപ്പിക്കാൻ നിൽക്കും. ഒരു സ്പൂണ് മതി എന്നൊക്കെ പറഞ്ഞിട്ടേ ചമ്മന്തി അരക്കട്ടെ. ചൂടാക്കി തോനെ ചൂടാക്കിയാൽ മതി. കുറച്ച് തോനെ കൊടുത്ത് പൊടിപ്പിക്കണം. നല്ല പുലുപോലെ പോയി. എങ്ങനെയുണ്ട് അച്ചു? പനി കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എണീറ്റടക്കാൻ വയ്യാത്ത പനി ഇപ്പോൾ കേട്ടോ. ഉണക്കമുളക്, എങ്ങനെ പറയാം, മുളക്, പിന്നെ ഉള്ളി, ഉപ്പ്, പുളി. അതായത് സമാധാനം. സുഗന്യയുടെ ഒക്കെ ഭേദമുണ്ട്. കുഞ്ഞുണ്ണിയുടെ കുറവില്ല. കുഞ്ഞുണ്ണിയുടെ ആണ് ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അല്ലേ? ഇന്നിപ്പോൾ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഒന്നുകൂടെ. അപ്പോൾ ശരിയാവും. അയ്യോ, അവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അവിടുന്ന് പച്ചവെള്ളം ഒഴിക്കണോ ഉണ്ണി? അതെ, എന്നാ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ല അതിന്നും നല്ല വെള്ളം വേണ്ട ചുക്കുവെള്ളം ചോറിൽ വയ്ക്കാൻ പാടില്ല. അതിൽ നല്ല വെള്ളമുണ്ട്. ആ ക്ലാസ് കഴുകിയിട്ട് അമ്മീ നിർത്താം. അമ്മീത്ത് ആ പാത്രം നല്ല വെള്ളം ഞാൻ കണ്ടോ? മക്കളുടെ ശുഷ്കാന്തി കണ്ടോ? അതല്ല പൈപ്പൊന്നല്ല. ഔ, എവിടെ പോട്ടാ കഴുകണത്? അവൻ അതിനെക്കാട്ടിലും മേലെ. അവൻ പറയുന്ന കേട്ടോ, ഇവിടെ സിങ്ക് വെച്ചിട്ടല്ലോ. പിന്നെ നടക്കണത്തെ കൂടെ മുഴുവൻ സിങ്ക് വെക്കപ്പോ. എവിടെയൊക്കെ ടാപ്പ് വെച്ചിട്ട് അവിടെ കുറെ സിങ്ക് ഉണ്ട് വെക്കുക. സിങ്കിളിലോടന്ന് പാത്രം കഴുകാൻ നിന്നാലും നിൽക്കരുത്. അമ്മി ഈ ഒരു തുള്ളി. പിന്നെ ഇത് എന്തിനാ കൊണ്ടുവന്നിട്ടാണ് അച്ചോ? ഇതിനാണ് ശരിക്കും ഇവിടെ മറ്റേ സാധനം ഉണ്ടെങ്കിലേ ഉഷാർ ചമ്മന്തിയായിരുന്നു. ഏത്? ഇവിടെ മുട്ടിപ്പാത്തി. ഈ ചമ്മന്തിക്ക് പറ്റിയ സാധനം അതാ. ഇതില്ലേ എരിവും പുളിയും ഉപ്പൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിൽ പുളി ഇട്ടില്ലേ? ഓ, പുളി ഇട്ടു. എന്നാലും പനിക്കുന്ന ആൾക്കാർക്കില്ലേ ഈ ചമ്മന്തിയാണ്. ചുണേന്നായിക്കോട്ടെ അറിയാം. ഇവിടെ നമ്മുടെ അച്ഛനെ ചമ്മന്തി അരയ്ക്കുമ്പോഴല്ലേ ഈ നമ്മൾ ഉള്ളി വല്ലാണ്ട് അരയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ അച്ഛൻ ചോദിക്കും, എന്താ ഉള്ളി അരയ്ക്കാൻ കൈ പൊന്തിയില്ലേ ചോദിക്കും. അച്ഛന് നല്ല ഉള്ളി അറിയണേട്ടാ അല്ലേ? അമ്മി തന്നെ അല്ലേ അരക്കില്ലേ? അപ്പം ഞാൻ ചതക്കി, ഞാൻ പച്ചമുളക് ഉള്ളിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ചതക്കിയില്ല. എന്താ കയ്യിന് നീട്ടം ഉള്ളി ഫുള്ള് നല്ല അരയാൻ പാടില്ല. ശരിക്ക് പാടില്ല, കടിക്കാതെ കടിക്കണം. പക്ഷെ അച്ഛന് പല്ലില്ലാത്ത കൊണ്ട് അച്ഛൻ പറയും. എങ്ങനെയുണ്ട് അച്ചു? തൊട്ടുവെക്കാം. ഉപ്പുണ്ടോ? പുളിപ്പുണ്ടോ? 3 മുളക് കഴിച്ച് നല്ല തിളക്കട്ടെ. എരിവിരുന്നോട്ടെ. പച്ചമുളക് നാരങ്ങ നീരോ? കുറച്ച്. ഇതില്ലേ ശരിക്ക് കുറച്ച് ചൊടിയും പുളിപ്പില്ല ചു. എന്നിട്ടിതാ
ഫുള്ള് അച്ഛൻ വെക്കാണ്ട് കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ഇത് കഴിച്ചോളാൻ പറഞ്ഞാൽ മതി. ഇതില്ലേ അച്ഛനും വേണോ ഈ ചട്ടി തുടയ്ക്കാൻ? ഒറ്റ സ്പൂണേ വേണ്ടു ഒരു കഞ്ഞി കുടിക്കാൻ, ധാരാളം അതാണ്. അത് കഴിഞ്ഞിട്ട് അമ്മടെ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് ഏട്ടന് വേണോ ഇത് തുടയ്ക്കാൻ? തുടയ്ക്കാറിയത് എല്ലാവരോടും തുടയ്ക്കാൻ വേണം. കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചോറ് കഴിക്കുകയാണെങ്കിലൊക്കെ റെഡിയാണ്. ഇതിപ്പോൾ ചോറല്ലല്ലോ കഴിക്കണേ. ഓ കിച്ചു ആരും അതിൽ ഉൾപ്പെടുത്തിട്ടില്ല കേട്ടോ. കിച്ചണിന് അച്ഛമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും പറഞ്ഞിട്ടാ. ഉണ്ടാക്കി കൊടുക്കട്ടെ, ഉണ്ടാക്കി കൊടുക്കട്ടെ. ചൂട് ഗ്യാസ് കുറക്കടാ, ഗ്യാസ് കുറക്കടാ, ഗ്യാസ് കുറക്കടാ. ആ നല്ല തിളയ്ക്കട്ടെ. എന്നാൽ അവിടെ കൊണ്ടുപോയിട്ട് കഞ്ഞി ഒഴിക്കുമ്പോൾ ഇതാവുമല്ലോ. കഞ്ഞിയെ കുടിക്കും. അതിനിപ്പോഴൊന്നും കുടിക്കില്ലേ, കുറച്ച് കേട്ടേ കുടിക്കുള്ളേ. ആരെടുത്തുനിന്ന് തന്നെയാണ് മുടുക്കൻ. ഞാൻ തന്നെ മുടുക്കന്ന് നമ്മോ തായ മുതുക്കൻ. അവൻ മുതുക്കനത്രേ. ഞാൻ വരവാ പോവാ. കേട്ടോ ഇറച്ചിക്കറി ഇല്ലേ, ഇറച്ചിക്കറി അനിയനെ ചോറ് അവിടെയാണ്. അപ്പം അവിടെ തന്നെ ഒരു കൂട്ടിനെ കൊടുക്കാമല്ലോ ചേട്ടാ. എൻ്റെ പേര് ബാ. അയ്യോ ചമ്മന്തി ചോട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടേ കൊടുക്കട്ടെ. അവിടെ പോയിട്ട് എന്നെ ചാലിച്ചോളാം, എന്നിട്ട് വരാം. അതാ ചേട്ടാ കൊടുക്കട്ടെ. ഇപ്പോൾ അമ്മേനെ കാണിക്കാൻ പറ്റിയ കോലല്ല കേട്ടോ. ഒറ്റ ക്ഷീണിച്ചതായിരിക്കണോ. ഞാൻ കഞ്ഞി കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അമ്മ വേവ് പോരാ. അപ്പോൾ ഞാൻ മട്ടരി കുറച്ച് മട്ടരി അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. കുറച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് തിളപ്പിച്ച മതിയല്ലോ. ചോറുണ്ട്, ഞാൻ വേറെ വെക്കണ വെച്ചപ്പോൾ വേണ്ട പറഞ്ഞിട്ട് വെക്കാതിരുന്ന കേട്ടോ. അപ്പോൾ ഇത് കളയണ്ടേ വിചാരിച്ചിട്ട്. അനിയനും ഉണ്ട്. അപ്പോൾ അനിയനും കൂടി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് നമുക്ക് കഴിക്കാം. അനിയനെ അവിടെ വിളമ്പി അടച്ച് വെച്ചാൽ കഴിക്കുമ്പോഴേക്ക് 10 മണി 10:30 11 മണിയൊക്കെ ആവും പറഞ്ഞ പോലെ. ഇങ്ങനെ വെഴുകിട്ടോ. നമ്മുടെ ഇവിടെ നോക്കി നോക്ക് വെള്ളുന്നത് ചുമര് കണ്ടു ഇല്ലേ. എന്താണാവോ ആകെ ഇടങ്ങാറ് തോന്നുന്നത്. ഒരു വീട് കയറ്റി കഴിയുമ്പോഴേക്ക് എന്തൊക്കെയാ പറഞ്ഞിട്ട്. നീ തറ ഇരിക്കുകയാണോ? ഇതിന്റെ മുകളിൽ കൂടെ വരിക. ആ കട്ടയുടെ മേലെ കൂടെ ലിൻഡൽ വാർപ്പ് വരും. ലിൻഡൽ ബെൽറ്റ് വാർപ്പ് വരില്ല ലിൻഡലിലെ. ആ അതിന്റെ തേപ്പിന്റെ അവിടെ പൊട്ടാണ് തോന്നുന്നുണ്ട്. കണ്ടോ ഈ പെയിന്റിങ്ങിന്റെ മുന്നേ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. പെയിന്റിങ്ങിന്റെ മുമ്പേന്ന് അറിയില്ല. ഈ ഭാഗം ഫുള്ള് പിന്നെ പൊട്ടിയിട്ടോ. ഈ ഒരു സൈഡ് നമ്മുടെ തറ ഇരുന്നിട്ടാ എന്താണെന്നറിയില്ല. സൈഡ് മൊത്തം കരികൽ തറയില്ലല്ലോ, വെട്ടലുകൊണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ സങ്കടം തോന്നും. ഈ 6 കൊല്ലത്തിന്റെ മുകളിൽ നമ്മളിതിന് കാത്തിരുന്നിട്ട് ഇത് കയറി ഇപ്പോൾ എത്ര മാസമായിട്ടേ ഉള്ളൂ. ഇങ്ങനെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലൊക്കെ ഇങ്ങനെ വീടുകൾ ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മുടെ പള്ളിപ്പടിക്കിൻ്റെ അവിടുത്തെ ഒരു വീട്, പുതിയ വീട് ഫ്രണ്ട് നോക്കി കാണാം. അങ്ങനെ സങ്കടമാകും. അങ്ങനെ പൊട്ടിയിട്ട് ഇന്ന് കൊടുത്തിട്ട് എന്താ പോയി മക്കൾ ഇരിക്കണോ? കൊക്ക ഇതിലായിരിക്കണത് കമ്പിയിൽ താഴെ. നമ്മുടെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. ഈ കുട്ടികൾ അവിടെ താഴെയാണ് കിടക്കുന്നത്. ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ താഴെ അപ്പുറത്തെ റൂമിൽ കിടക്കാമല്ലോ. രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാലേ അപ്പോൾ അറിയില്ലല്ലോ. കിച്ചുട്ടം ഇവിടെ കിടക്കണേ. കിച്ചു ഇവിടെ കിടന്നിട്ട് നല്ല രാവിലെ ഓടമ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചുട്ട് കിടക്കുന്നില്ല അവൻ. ഇപ്പല്ലേ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു ചൂട് കമ്മിയുണ്ട് കേട്ടോ. അല്ലാതെ കാര്യമായ തണുപ്പ് എന്ന് പറയാനൊന്നുമില്ല. ചിലവർ പറഞ്ഞു നല്ല തണുപ്പാണ് പറയുമ്പോൾ ഞാൻ വിചാരിക്കും എവിടെ ഈ തണുപ്പ്. എനിക്ക് തണുപ്പായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഏട്ടന് തോന്നിയേട്ടാ? തണുപ്പ് അങ്ങനെ തണുപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനിതാ ഇവിടെയൊക്കെ വൃത്തിയാക്കി ഉള്ളൊക്കെ ഒന്ന് അടിച്ചോരി ഇടും കേട്ടോ. എന്നാൽ രാവിലെ നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനം. അവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവിടെ അടിച്ചോരിയിട്ടിട്ടാണ് അവിടെ വന്നത്. അമ്മയ്ക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് വെള്ളം ജഗ്ഗിലാക്കി വെച്ച് അനിയനുള്ളത് കഴിക്കാൻ മേശപ്പുറത്തെടുത്ത് വെച്ച്. ഇനിയിപ്പോൾ കുട്ടികളങ്ങോട്ട് പോകുമ്പോൾ എടുത്തു കൊടുക്കും. വിളമ്പി വെച്ചു. അല്ലാതെ
ഇനി ഞാൻ പോണില്ല വിചാരിച്ചിട്ട് പപ്പുവിനുള്ള ചോറും മക്കൾ കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ.